Hello everyone, welcome to Max Thinking. ഈ വീഡിയോയിൽ നമ്മൾ 3.8 റോഷീസ് തിയറം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. സപ്പോസ് എഫ് ആൻഡ് ജി ആർ മീറോമോർഫിക് ഇൻ എ നെയ്ബർഹുഡ് ബി ക്ലോഷർ എ ആർ വിത്ത് ബി എ ആർ എന്ന് പറയുന്നത് എ സെൻറ്റർ ചെയ്തിട്ട് ആർ റേഡിയസിലുള്ള നെയ്ബർഹുഡിനെയാണ് അല്ലെ ബോളിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബി ക്ലോഷർ എന്ന് പറയുമ്പോൾ ക്ലോഷർ കൂടി ഇൻക്ലൂഡിങ് ആണ്. വിത്ത് നോ സീറോസ് ഓർ പോൾസ് ഓൺ ദി circle gamma. So no zeros or poles on gamma. ഗാമയ്ക്ക് മുകളിൽ ഗാമ എന്ന് പറയുന്ന കേവിന് മുകളിൽ ഇതിന് സീറോസോ പോൾസോ ഒന്നുമില്ല. സോ ഗാമ ഉദ്ദേശിക്കുന്നത് ട്രേസ് ആണ്, ഗാമയുടെ ട്രേസ് ആണ്, ഇൻസൈഡോ ഔട്ട്സൈഡോ പോർഷൻ അല്ല. ഗാമ എന്ന് പറയുന്ന കേവിൻ്റെ മുകളിൽ സീറോസും ഇല്ല പോൾസും ഇല്ല. ഈ സെറ്റ് എഫ് സെറ്റ് ജി പി എഫ് പി ജി ആർ ദ നമ്പർ ഓഫ് സീറോസ് or poles of f and g inside gamma. So gamma ക്ക് inside ഉള്ള f ന്റെ number of zeros in a ZF എന്നും f ന്റെ number of poles in a PF എന്നും ഡിനോട്ട് ചെയ്യും. Similarly g ക്കും counted according to their multiplicity. So multiplicity കൂടെ കൗണ്ട് ചെയ്യുന്നുണ്ട്. സപ്പോസ് f ന് സീറോയിൽ 2 സീറോ ഉണ്ടെങ്കിൽ സോ 2 സീറോ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് 0 0 0 ആണെങ്കിൽ സെറ്റ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 0 ഒരു 0 ആണ്, 2 0 ഉണ്ട്. സോ കൗണ്ടിങ് മൾട്ടിപ്ലിസിറ്റി ആണ് ഇവിടെ കൗണ്ട് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു എക്സ്ട്രാ കണ്ടീഷനും കൂടി ഉണ്ട്. മോഡുലസ് ഓഫ് എഫ് പ്ലസ് ജി ലെസ് ദാൻ മോഡ് എഫ് പ്ലസ് മോഡ് ജി ഓൺ ഗാമ. ഗാമയുടെ മോഡിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും വേണം. ദെൻ സെറ്റ് എഫ് മൈനസ് പി എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് ജി മൈനസ് പി ജി. അതായത് എഫിൻ്റെ നമ്പർ ഓഫ് സീറോസ് മൈനസ് നമ്പർ ഓഫ് പോൾസ് ഈക്വൽ ടു ജിയുടെ നമ്പർ ഓഫ് സീറോസ് മൈനസ് നമ്പർ ഓഫ് പോൾസ് എന്ന് കിട്ടും. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗാമക്ക് മുകളിൽ സീറോസ് ഒന്നും ഇല്ല എന്നാണ്. എഫിനും ജിക്കും സീറോസും പോൾസ് ഒന്നും ഇല്ല എന്നാണ്. അഥവാ ഉണ്ടെങ്കിൽ ഈ കണ്ടീഷൻ വയലേറ്റ് ആവും. സപ്പോസ് ഓൺ ഗാമയിലാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ സപ്പോസ് ഓൺ ഗാമ ജിക്ക് സീറോ ഉണ്ടെങ്കിൽ ഈ ജി ഓഫ് സെഡ് എന്ന് പറയുന്നത് സീറോ ആവും. സോ മോഡ് എഫ് ലെസ് ദാൻ മോഡ് എഫ് എന്ന് കിട്ടും. സോ അത് സാറ്റിസ്ഫൈ ചെയ്യില്ലല്ലോ. മോഡ് എഫ് ലെസ് ദാൻ മോഡ് എഫ്. എഫിനാണ് സീറോ ഉള്ളെങ്കിൽ മോഡ് ജി ലെസ് ദാൻ മോഡ് ജി എന്നാവും. അതുകൊണ്ട് തന്നെ എഫിനും ജിക്കും ഓൺ ഗാമ സീറോസും ഇല്ല, സെയിം പോൾസിനും അത് തന്നെ പോൾസും ഇല്ല എന്ന് പറയാം. സോ അതാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റോഷീസ് തിയറം. റോഷീസ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് സീറോസ്, ഈ പറയുന്ന പോലെ തന്നെ നമ്പർ ഓഫ് സീറോസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫംഗ്ഷൻ്റെ അനലിറ്റിക് ഫംഗ്ഷൻ്റെ അല്ല മീറോമോർഫിക് ഫംഗ്ഷൻ ആണിത് പറയുന്നത്. അതായത് പോൾസ് ആണ്, സിംഗുലാരിറ്റി ഉണ്ടെങ്കിൽ പോൾസ് മാത്രമേ വരും മീറോമോർഫിക് ആണെന്ന് പറഞ്ഞത്. എല്ലാ എൻറ്റയർ ഫംഗ്ഷനും മീറോമോർഫിക് ആണ്. സിംഗുലാരിറ്റി ഉണ്ടെങ്കിൽ അത് പോൾസ് മാത്രമായിരിക്കും. സോ അനലിറ്റിക് ഫംഗ്ഷൻ്റെ സീറോസ് ഇൻസൈഡ് കേവ് ഗാമ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സർക്കിളാണ് കേവായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇൻസൈഡ് സർക്കിൾ കാണാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കേവിലേക്ക് ജനറലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഏതൊരു ക്ലോസ്ഡ് കേവിലേക്കും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും. നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രൂഫ് എന്താണെന്ന് നോക്കാം. സോ നമുക്ക് തന്നിട്ടുള്ളത് മോഡുലസ് ഓഫ് എഫ് പ്ലസ് ജി ലെസ് ദാൻ മോഡ് എഫ് പ്ലസ് മോഡ് ജി ഓൺ ഗാമ എന്നാണ്. ഗാമയുടെ മുകളിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഗാമ സർക്കിളാണ്, സർക്കിളിൻ്റെ മുകളിൽ മോഡ് എഫ് പ്ലസ് ജി ലെസ് ദാൻ മോഡ് എഫ് പ്ലസ് മോഡ് ജി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. ജി ഓഫ് സെഡിന് ഹാസ് നോ സീറോസ് ഓൺ ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാമക്ക് മുകളിൽ ജി സീറോ ആവുന്നില്ല. ഗാമക്ക് മുകളിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഗാമയുടെ മുകളിൽ ഇത് സീറോ ആവാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ എൻറ്റയർ ഇനീക്വാളിറ്റീനെ ജി ഓഫ് സെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. സോ ഡിനോമിനേറ്ററിൽ സീറോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. സോ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എഫ് ബൈ ജി പ്ലസ് ജി ബൈ ജി ലെസ് ദാൻ മോഡ് എഫ് ബൈ ജി പ്ലസ് മോഡ് ജി ബൈ ജി എന്ന് കിട്ടും ഓൺ ഗാമ. അതായത് നമ്മളിവിടെ ജി ഓഫ് സെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. സിൻസ് ജി ഓഫ് സെഡിന് ഗാമയിൽ സീറോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതായത് നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് എഫ് ബൈ ജി പ്ലസ് 1 ലെസ് ദാൻ മോഡ് എഫ് ബൈ ജി പ്ലസ് 1 എന്ന് കിട്ടും ഓൺ ഗാമ.
ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റി കിട്ടും. നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ എഫ് ബൈ ജിനെ സം ലാംഡ എന്ന് വിളിക്കാം. എഫ് ബൈ ജി ഒരു ഫംഗ്ഷനാണ്. എഫും ജിയും മീറോമോർഫിക് ഫംഗ്ഷനാണ്. സിംഗുലാരിറ്റി ഉണ്ടെങ്കിൽ പോൾസ് മാത്രമേ ഉണ്ടാവൂ. സോ ലാംഡ ഈസ് ഈക്വൽ ടു എഫ് ബൈ ജി എന്ന് വിളിച്ചു. എഫും ജി മീറോമോർഫിക് ആയതുകൊണ്ട് തന്നെ എഫ് ബൈ ജി മീറോമോർഫിക് തന്നെ ആവുള്ളൂ. സിംഗുലാരിറ്റി പോൾസ് മാത്രമേ വരുന്നുള്ളൂ, അത് എഫിനും ജിക്കും. സോ എഫ് ബൈ ജി എടുത്തു കഴിഞ്ഞാലും അങ്ങനെ മാത്രമേ നമുക്ക് കിട്ടൂ. സോ എഫ് ബൈ ജി മീറോമോർഫിക് ഫംഗ്ഷൻ ആണ്. ആൻഡ് ഈ ലാംഡക്ക് ഒരിക്കലും പോസിറ്റീവ് ആവാനോ സീറോ ആവാനോ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? ലാംഡ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ഇനീക്വാളിറ്റിയിൽ ലാംഡ എന്ന് പറയുന്നത് എഫ് ബൈ ജിനെയാണ് നമ്മൾ വിളിച്ചത്. എഫ് ബൈ ജി ഇത് 0 ആയിക്കഴിഞ്ഞാൽ ഇത് മോഡുലസ് ഓഫ് 1 ലെസ് ദാൻ 1 എന്നാണ് കിട്ടുക. ഇത് പോസിബിൾ അല്ലല്ലോ. അതേപോലെ തന്നെ ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ മോഡുലസ് ഓഫ് ലാംഡ പ്ലസ് 1 ആണ് ഈ സൈഡ് വരുന്നത്. പോസിറ്റീവ് ആണ് മോഡ് ലാംഡ പ്ലസ് 1 എന്ന് പറയുന്നത് ലാംഡ പ്ലസ് 1 തന്നെയാണ്. വിച്ച് ഈസ് ലെസ് ദാൻ മോഡ് ലാംഡ. ലാംഡ തന്നെയാണ് പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് 1 എന്ന് കിട്ടും. ലാംഡ പ്ലസ് 1 ലെസ് ദാൻ ലാംഡ പ്ലസ് 1. അഗെയിൻ ഇതും പോസിബിൾ അല്ല. ഇനീക്വാളിറ്റി ഇതിവിടെ ഈക്വൽ സൈനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നടക്കൂ. ലാംഡ പ്ലസ് 1 ലെസ് ദാൻ ലാംഡ പ്ലസ് 1 പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ലാംഡക്ക് ഒരിക്കലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവാൻ പറ്റില്ല. അതായത് എഫ് ബൈ ജിക്ക് പോസിറ്റീവ് ഒന്നും റേഞ്ചിൽ വരുന്നില്ല. അതായത് 0 ഇൻക്ലൂഡിങ് 0 പോസിറ്റീവ് നമ്പർ 0 ടു ഇൻഫിനിറ്റി ഇതിൻ്റെ റേഞ്ചിലില്ല. അതായത് നമുക്ക് പറയാം എഫ് ബൈ ജി എന്ന് പറയുന്ന മീറോമോർഫിക് ഫംഗ്ഷൻ മാപ്സ് ഗാമ ഓൺ ടു സി മൈനസ് 0 ഇൻഫിനിറ്റി, ക്ലോസ് 0 ഇൻഫിനിറ്റി. സോ എഫ് ബൈ ജി എന്ന് പറയുന്നത് ഗാമേനെ സി മൈനസ് ക്ലോസ് സി കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്ലെയിനാണ് സെറ്റ്. സി മൈനസ് ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റിയിലേക്കാണ് എഫ് ബൈ ജി മാപ്പ് ചെയ്യുന്നത്. അതായത് പോസിറ്റീവ്സ് ഒന്നും ഇതിന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിന് ലോഗരിതത്തിൻ്റെ ഒരു ബ്രാഞ്ചുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ അതായത് ബ്രാഞ്ച് ഓഫ് ലോഗരിതത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. സോ നമ്മളിപ്പം എൽ എന്ന് പറയുന്നത് ഇസ് എ ബ്രാഞ്ച് ഓഫ് ലോഗരിതം എന്നെടുത്താൽ സോ റീജിയൻ ഓൺ ഗാമ ഈ തന്നിരിക്കുന്ന ഈ സർക്കിളൊക്കെ ഉള്ള റീജിയനിൽ എടുത്തു കഴിഞ്ഞാൽ എൽ എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ലോഗരിതം ആണെങ്കിൽ എൽ ഓഫ് എഫ് ബൈ ജി നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഡി ബൈ ഡി സെഡ് ഓഫ് എൽ ഓഫ് എഫ് ബൈ ജി. നമുക്കറിയാം ലോഗരിതത്തിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ബൈ എഫ് ബൈ ജി ഇൻറ്റു എഫ് ബൈ ജിയുടെ ഡെറിവേറ്റീവ്. എഫ് ബൈ ജിയുടെ ഡെറിവേറ്റീവ് അതായത് 1 ബൈ എഫ് ബൈ ജി മീൻസ് ജി ബൈ എഫ് ആവും. എഫ് ബൈ ജിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ജി ഇൻറ്റു എഫ് ഡാഷ് മൈനസ് എഫ് ഇൻറ്റു ജി ഡാഷ് ബൈ ജി സ്ക്വയർ എന്ന് കിട്ടും. സോ ഒരു ജി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്കുള്ളത് ഈ ഡിനോമിനേറ്ററിൽ ജി ക്യാൻസൽ ചെയ്തു. ബാക്കി ഇവിടെ ജി ഉണ്ട്. ഇത് ജി സ്ക്വയർ ആയി. അപ്പോൾ ജി സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിമൈനിങ് എഫ് ഡാഷ് ബൈ എഫ് ഉണ്ട്. സെക്കൻഡ് ടേമിൽ എഫ് ക്യാൻസൽ ആവും. ഒരു ജി ക്യാൻസൽ ആവും. പിന്നെ അവിടെ ന്യൂമറേറ്ററിലുള്ള ജി ഡാഷ് ബൈ ജി ഉണ്ട്. ക്ലിയർ അല്ലേ? സോ എഫ് ഡാഷ് ബൈ എഫ് മൈനസ് ജി ഡാഷ് ബൈ ജി എന്ന് കിട്ടും. ലോഗരിതം ഓഫ് എഫ് ബൈ ജി ഒരു ബ്രാഞ്ച് ഓഫ് ലോഗരിതം കൺസിഡർ ചെയ്തു. എൽ ഓഫ് എഫ് ബൈ ജി എടുത്തു. നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നമുക്കറിയാം എൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് ലോഗരിതം എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. വെൽ ഡിഫൈൻഡ് ആണ് ആൻഡ് അനലിറ്റിക് ആണ്. ബ്രാഞ്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വെൽ ഡിഫൈൻഡ് അനലിറ്റിക് ആണ്. ബ്രാഞ്ച് ഓഫ് ലോഗരിതം വെൽ ഡിഫൈൻഡ് അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇത് അനലിറ്റിക് ആണ് ഇൻ ഗാമ. സോ ഗാമയിൽ അനലിറ്റിക് ആയിട്ടുള്ള ബ്രാഞ്ച് ഓഫ് ലോഗരിതം കൺസിഡർ ചെയ്തു. വെൽ ഡിഫൈൻഡ് അനലിറ്റിക് ഇൻ ഗാമയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അനലിറ്റിക് ആയിട്ട് ഒരു ക്ലോസ്ഡ് കർവിൽ അനലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എപ്പോഴും 0 ആയിരിക്കും. സോ ബൈ കോഷീസ് തിയറം, അത് കോഷീസ് തിയറാണ്
കോഷീസ് തിയറം പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് L ഓവർ ഗാമ എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാലും അത് 0 തന്നെയാണ്. സോ അപ്പോൾ നമുക്ക് പറയാം അത് L എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതാണ്. സോ ഇൻ്റഗ്രൽ ഓവർ എഫ് ഡാഷ് ബൈ എഫ് മൈനസ് ജി ഡാഷ് ബൈ ജി ഡി സെഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇത് നമുക്കറിയാം ഇൻ്റഗ്രൽ എഫ് ഡാഷ് ബൈ എഫ് എന്താണ്? നമ്മൾ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ പ്രൂഫും മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഇവിടെ കൊടുക്കാം. സോ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ ഓവർ എഫ് ഡാഷ് ബൈ എഫ് ഡി സെഡ്. എഫ് ഒരു മീറോമോർഫിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് ഈക്വൽ ടു നമ്പർ ഓഫ് സീറോസ് ഓഫ് integral over gamma, number of zeros of f in gamma minus number of poles of f എന്ന് വരും. അതായത് ഇവിടെ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്തത് ZF മൈനസ് PF എന്നാണ്. സോ നമുക്ക് മുന്നേ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഓവർ എഫ് ഡാഷ് ബൈ എഫ് മൈനസ് ജി ഡാഷ് ബൈ ജി ഡി സെഡ് എന്ന് പറയുന്നത് 0 ആണെന്നാണ്. ജിയും മീറോമോർഫിക് ഫംഗ്ഷൻ ആണ്. ബൈ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ ഇത് തന്നെ വരും. ഇൻ്റഗ്രൽ ഓവർ ഗാമ ജി ഡാഷ് ബൈ ജി ഡി സെഡ് എന്ന് പറയുന്നത് സെഡ് ജി മൈനസ് പി ജി എന്ന് കിട്ടും. ഇത് നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്നത് അവിടെ ഒരു 1/2πi ഇട്ട് കൊടുത്താലും അത് 0 തന്നെയാണ്. ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് ബൈ എഫ് മൈനസ് ജി ഡാഷ് ബൈ ജി ഡി സെഡ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. സോ ഇവിടെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/2πi ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് ബൈ എഫ് ഡി സെഡ് ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രൽ ഓവർ ഗാമ ജി ഡാഷ് ബൈ ജി ഡി സെഡ് എന്ന് കിട്ടും. അതായത് ZF മൈനസ് PF ഈക്വൽ ടു ZG മൈനസ് PG എന്ന് കിട്ടും. കോഷീസ് തിയറം പറഞ്ഞിരിക്കുന്നത് ZF മൈനസ് PF ഇസ് ഈക്വൽ ടു ZG മൈനസ് PG. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അങ്ങനെയാണ് കോഷീസ് തിയറം പ്രൂവ് ചെയ്യുന്നത്. ഇത് സർക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ഒരു കേർവ് ഗാമയിലേക്കും പറയാം. സോ അപ്പോൾ ഈ ഇനീക്വാളിറ്റീനെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആവും, നമുക്ക് പറയാം എന്തെങ്ങനെയാണെന്ന്. സോ ഇതാണ് കോഷീസ് തിയറം വരുന്നത്. ജനറലൈസ് ആയിട്ട് നമുക്ക് ഗാമ എന്ന് പറയുന്ന കേർവ് കൊടുക്കുമ്പോൾ ലെറ്റ് ഗാമ ഹോമോലോഗസ് ടു 0 ഇൻ ഒമേഗ. ഗാമ ഹോമോലോഗസ് ടു 0 ഇൻ ഒമേഗ മീൻസ് എൻ ഗാമ എ എന്ന് പറയുന്നത് 0 ആയിരിക്കും ഫോർ ഓൾ എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഒമേഗ. സോ അതാണ് എൻ ഗാമ ഹോമോലോഗസ് ടു 0 ഇൻ ഒമേഗ എന്ന് പറയുന്നത്. such that n gamma z is either 0 or 1 for any point z not on gamma. That means n gamma z not on gamma means either inside gamma or outside gamma. Inside gamma ആണെങ്കിൽ 1ഉം outside gamma ആണെങ്കിൽ 0ഉം. അതാണ് പറഞ്ഞത്. വൈൻഡിങ് നമ്പർ ഒരു തവണയെ വൈൻഡ് ചെയ്യുന്നുള്ളൂ. സോ z ഇൻസൈഡ് ഗാമ ആണെങ്കിൽ 1 കിട്ടും, ഔട്ട്സൈഡ് ആണെങ്കിൽ 0 ആയിരിക്കും. വൈൻഡിങ് നമ്പർ അറിയാലോ. Suppose that f opposite and g opposite are analytic in omega. So omega എന്ന് പറയുന്ന റീജിയനിൽ എഫും ജിയും അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. സാറ്റിസ്ഫൈ ദി ഇനീക്വാളിറ്റി മോഡുലസ് ഓഫ് എഫ് മൈനസ് ജി ലെസ് ദാൻ മോഡ് എഫ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ റോഷീസ് തിയറത്തിൽ എഫും ജിയും ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇനീക്വാളിറ്റി തന്നെ കിട്ടും. വലിയ വ്യത്യാസമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ചെറുതായിട്ടൊന്ന് മാറിയെന്നേ ഉള്ളൂ. അതായത് ജനറലൈസ് ചെയ്തിട്ട് ഗാമ എന്ന് പറയുന്ന കേർവിന് പറയുന്നതേ ഉള്ളൂ. സോ മോഡ് എഫ് മൈനസ് ഇത് നമ്മൾ എഫും ജിയും മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മോഡ് ജി മൈനസ് എഫ് ലെസ് ദാൻ മോഡ് ജി എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല, നമ്മൾ എടുക്കുന്ന ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓൺ ഗാമ. സോ ഗാമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാമ എന്ന് പറയുന്ന കേർവിന് മോഡിലാണ് ഇത് ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. Then f opposite and g opposite have the
same number of zeros enclosed by gamma. So, ഈ ഇനീക്വാലിറ്റി ഗാമയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എഫിനും ജിക്കും ഗാമക്ക് ഇൻസൈഡ് സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇനീക്വാലിറ്റി. സോ എഫ് ഗാമക്ക് ഇൻസൈഡ് എഫ് അല്ലെങ്കിൽ ജി, നമുക്കിതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സീറോസ് വളരെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ മറ്റേ ഫംഗ്ഷൻ്റെ സീറോസിനെ കുറിച്ച്, നമ്പർ ഓഫ് സീറോസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അതാണ് റോഷേഴ്സ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രൂഫ് നോക്കാം, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ നമ്മൾ അസംഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോഡുലസ് ഓഫ് എഫ് മൈനസ് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ മോഡ് എഫ് ആണെന്നാണ് പറഞ്ഞത് ഓൺ ഗാമ. സോ എഫും ജി അനലിറ്റിക് ഫംഗ്ഷൻ ഓൺ ഗാമ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, പ്രൂഫിൽ പറഞ്ഞ പോലെ തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് എഫ് ഓഫ് ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. സോ എഫ് ഓഫ് ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എഫ് ബൈ എഫ് 1 മൈനസ് ജി ബൈ എഫ് ലെസ് ദാൻ 1 എന്ന് കിട്ടും ഓൺ ഗാമ. അതായത് നമുക്കിതിനെ മോഡ് ജി ബൈ എഫ് -1 ലെസ് ദാൻ 1 എന്ന് പറയാലോ. ഇതെന്താണ്? മോഡുലസ് ഓഫ് ജി ബൈ എഫ് -1 ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ്റർ ചെയ്തിട്ട് 1 റേഡിയസിലുള്ള സർക്കിളിൻ്റെ ഇക്വേഷനാണിത്. പിന്നെ ജി ബൈ എഫിന് ഒരു സെറ്റ് എന്ന് കൺസിഡർ ചെയ്താൽ മോഡ് സെഡ് -1 ലെസ് ദാൻ 1 എന്നുള്ളത്. സോ ഈ ജി ബൈ എഫ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂസൊക്കെ 1 സെൻറ്റർ ചെയ്തിട്ട് 1 റേഡിയസ് ഉള്ള സർക്കിൾ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ ഇൻസൈഡാണ് വരുന്നതെന്ന് പറയാൻ പറ്റും. സപ്പോസ് let capital F of Z is equal to G of Z by F of Z എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡിന് contained in the open unit disk എന്ന് പറയാം. ഓപ്പൺ യൂണിറ്റ് ഡിസ്ക്, ഓപ്പൺ യൂണിറ്റ് ഡിസ്ക് വിത്ത് സെൻറ്റർ 1 ആൻഡ് റേഡിയസ് 1. യൂണിറ്റ് ഡിസ്ക് നമ്മൾ സെൻറ്റർ 0നെയാണ് പറയുന്നത്. സോ ഓപ്പൺ ഡിസ്ക് വിത്ത് സെൻറ്റർ 1 ആൻഡ് റേഡിയസ് 1. സോ നമുക്കിവിടെ ജി അനലിറ്റിക് ആണ്, എഫ് അനലിറ്റിക് ആണ്. എഫ് അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഏതർ ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ സിംഗുലാരിറ്റി വരുന്നത് ഡിനോമിനേറ്ററിലുള്ള ഈ എഫ് ഓഫ് സെഡിന് സീറോസ് വരുമ്പോഴാണ്. സോ ഡിനോമിനേറ്ററിൻ്റെ ഈ സീറോസ് വരുന്നത് ക്യാപിറ്റൽ എഫിന് പോളായിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എഫ് ഏതർ എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കും, സിംഗുലാരിറ്റീസ് ഒന്നുമില്ല. സിംഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ, അതായത് ഗാമക്ക് ഇൻസൈഡ് സ്മോൾ എഫിന് സീറോസ് വരുവാണെങ്കിൽ ക്യാപിറ്റൽ എഫിന് പോൾസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതൊരു മീറോമോർഫിക് ഫംഗ്ഷനാണ്. മീറോമോർഫിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെയിം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ക്രൈറ്റീരിയാസും നമ്മൾ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിളിൻ്റെ ക്രൈറ്റീരിയ ആണ്. ഗാമ ഹോമോലോഗസ് ടു 0 ഇൻ ഒമേഗ ആൻഡ് എഫിനും ജിയും അനലിറ്റിക് ഫംഗ്ഷൻ. അതായത് ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എഫിന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് മീറോമോർഫിക് ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. സോ നമുക്കിവിടെ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ പറ്റും ക്യാപിറ്റൽ എഫിനകത്ത്. അതായത് ബൈ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ, ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ പ്രകാരം 1/2πi ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് ഓഫ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു നമ്പർ ഓഫ് സീറോസ് ഓഫ് ക്യാപിറ്റൽ എഫ് മൈനസ് നമ്പർ ഓഫ് പോൾസ് ഓഫ് ക്യാപിറ്റൽ എഫ്. ഇതാണ് ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഇങ്ങനെ കിട്ടും. അപ്പം നമുക്ക് ആദ്യം ഈ ഇൻ്റഗ്രൽ വാല്യൂ എഫ് ഡാഷ് ബൈ എഫ് എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് നോക്കാൻ ഇൻ്റഗ്രൽ ഒന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കുക. ഇഫ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എന്ന് കൊടുത്താൽ ഡി ഡബ്ല്യു എന്ത് വരും? എഫ് ഡാഷ് ഓഫ് സെഡ് ഡെറിവേറ്റീവ് എടുക്കുക, എഫ് ഡാഷ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് വരും. സോ ഇപ്പോൾ ഇൻ്റഗ്രൽ എന്തായി? 1/2πi ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ ഓവർ ഗാമ ഡി ഡബ്ല്യു ബൈ
ഡബ്ല്യു എന്ന് കിട്ടുമല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡബ്ല്യു മൈനസ് 0 എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെന്താണ്? ഇൻ്റഗ്രൽ ഓവർ ഗാമ ഡി സെഡ് ബൈ സെഡ് മൈനസ് 0. ഇത് സെഡ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇത് വൈൻഡിങ് നമ്പറാണ്. 1/2πi മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് വൈൻഡിങ് നമ്പറിൻ്റെ ഡെഫിനിഷനാണ് എൻ ഗാമ എ. വൈൻഡിങ് നമ്പറിൻ്റെ ഡെഫിനിഷനാണിത്. സോ ഇത് 0ൻ്റെ വൈൻഡിങ് നമ്പറാണ് വരിക. എൻ ഗാമ എ എന്നാണ്. എൻ ഗാമ 0 വരും. ഗാമ 0ൻ്റെ വൈൻഡിങ് നമ്പറാണ് വരിക. നമ്മളിപ്പോൾ പറഞ്ഞു ഇത് 1 സെൻറ്റർ ചെയ്തിട്ട് 1 റേഡിയസ് ഉള്ള ഡിസ്കിൻ്റെ ഇൻസൈഡ് പോർഷനാണ് ക്യാപിറ്റൽ എഫ് പറഞ്ഞത്. സോ ഇതിൽ 0 എന്ന് പറയുന്നത് ബൗണ്ടറിയാണ്, ഇൻസൈഡ് പോർഷൻ മാത്രമേ ഉള്ളൂ. എൻ ഗാമ 0 എന്ത് വരും? 0 ആണ്. 0 ഇതിനകത്ത് ഇല്ല, ഈ പോർഷനിൽ ഇതിനകത്ത് ഇല്ല, നമ്മൾ എടുത്ത ഈ ഗാമക്കകത്ത് ഇല്ല. സോ അതുകൊണ്ട് തന്നെ എൻ ഗാമ 0 ആണിത്. എൻ ഗാമ 0 എന്ന് കിട്ടും. ഓക്കെ. സോ നമ്മൾ എടുക്കുന്ന ഇത് സ്റ്റേറ്റ്മെൻ്റ് അല്ല, നമ്മൾ ഈ ഒരു കർവിലാണ് ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞത്. സോ ഇവിടെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 0 വരും. അതായത് ഈ ഇൻ്റഗ്രൽ എന്തായി? 0 ആയി. ഈ ഇൻ്റഗ്രൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണ്? 1/2πi ആയി ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് ഓഫ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ടി സെഡ്. സോ ഇത് 1/2πi ആയി ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് സെഡ്. എഫ് ഡാഷ് സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ജി ബൈ എഫിനെയാണ്. സോ എഫ് ഡാഷ് സെഡ് എന്ത് വരും? എഫ് ഇൻറ്റു ജി ഡാഷ് മൈനസ് ജി ഇൻറ്റു എഫ് ഡാഷ് ഡിവൈഡഡ് ബൈ എഫ് സ്ക്വയർ. നൗ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ജി കൂടി ഉണ്ട്. എഫ് ഓഫ് ജി എന്താ? ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ജി എന്ന് പറയുന്നത് ജി ബൈ എഫ് എന്ന് വരും. ഡി സെഡ്. അതായത് ഇവിടെ ഇപ്പം 1/2πi ആയി ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് സ്ക്വയർ ഉണ്ട് ഇവിടെ. ഇത് ജി ബൈ എഫ് ഡിനോമിനേറ്ററിൽ ഇത് വരും, ഈ എഫ് ന്യൂമറേറ്ററിലാവും. അപ്പോൾ എഫ് സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ ഫസ്റ്റ് ടേമിൽ ജി ഡാഷ് ബൈ ജി കിട്ടും. ഡി സെഡ് മൈനസ് 1/2πi സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു ഗാമ. സെക്കൻഡ് ടേമിൽ ജി ക്യാൻസലാവും. ബാക്കിയുള്ളത് എഫും ഒരു എഫ് ഉണ്ട് മുകളിൽ, ഒരു എഫ് ക്യാൻസലാവും. സോ എഫ് ഡാഷ് ബൈ എഫ് ഡി സെഡ് എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷനാണ് ഗാമയിൽ, എഫ് അനലിറ്റിക് ആണ്. സോ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ പ്രകാരം ദ നമ്പർ ഓഫ് സീറോസ് ഓഫ് ജി മൈനസ് നമ്പർ ഓഫ് പോൾസ് ഓഫ് ജി ഉണ്ട്. ഇവിടെ ജി അനലിറ്റിക് ഫംഗ്ഷൻ ആണ്, സ്റ്റേറ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കണം. ജി അനലിറ്റിക് ഫംഗ്ഷൻ ആണ്, ജിക്ക് സിംഗുലാരിറ്റി ഇല്ല. സോ നമ്പർ ഓഫ് പോൾസ് 0 ആണ്. സോ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. സോ അതില്ല. നെക്സ്റ്റ് ഇനി മൈനസ് ഇവിടെ വരുന്നത് അത് തന്നെയാണ്, എഫ് അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. സോ നമ്പർ ഓഫ് സീറോസ് ഓഫ് എഫ് മൈനസ് ഇനി നമ്പർ ഓഫ് പോൾസ് ഇല്ല, നമ്പർ ഓഫ് പോൾസ് 0 ആയിരിക്കും. ഇവിടെ എഫ് അനലിറ്റിക് ആയതുകൊണ്ട് തന്നെ സീറോസ് മാത്രമേ ഉള്ളൂ, പോൾസ് ഉണ്ടാവില്ല. സോ നമ്പർ ഓഫ് സീറോസ് ഓഫ് ജി മൈനസ് നമ്പർ ഓഫ് സീറോസ് ഓഫ് എഫ് എന്ന് കിട്ടും. അതാണ് ഈ വാല്യൂ കിട്ടുക. ആൻഡ് ഈ വാല്യൂ ഇൻ്റഗ്രൽ 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സീറോസ് ഓഫ് ജി ഈക്വൽ ടു നമ്പർ ഓഫ് സീറോസ് ഓഫ് എഫ് എൻക്ലോസ്ഡ് ബൈ ഗാമ എന്ന് കിട്ടും. സോ അതായിരുന്നു റോഷേഴ്സ് തിയറം പറഞ്ഞത്. സോ ഇൻസൈഡ് എ ഗാമ നമ്പർ ഓഫ് സീറോസ് ഓഫ് ജി എന്ന് പറയുന്നതും നമ്പർ ഓഫ് സീറോസ് ഓഫ് എഫും സെയിം ആണെന്നാണ്. എഫിനും ജിക്കും സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും എൻക്ലോസ്ഡ് ബൈ ഗാമ എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി റൂട്ട്സ് ഡസ് ദ ഇക്വേഷൻ z raised to 7 minus 2 z raised to 5 plus 6 z cube minus z plus 1 equal to 0 have in the disk mod z less than 1? സോ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന റോഷേഴ്സ് തിയറം പ്രകാരം മോഡുലസ് ഓഫ് എഫ് മൈനസ് ജി ലെസ് ദാൻ മോഡ് എഫ് ഓൺ ഗാമയാണെങ്കിൽ
എഫിനും ജിക്കും സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും ഗാമക്ക് ഇൻസൈഡ് ഉണ്ടാവുക. സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഹാവ് ഇൻ ദ ഡിസ്ക് മോഡ് സെറ്റ് ലെസ് ദാൻ 1 എന്നാണ് ചോദിച്ചത്. സോ ഈ ഡിസ്കിന് ഉള്ളിൽ ഈ ഫംഗ്ഷന് എത്ര സീറോസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ഫംഗ്ഷന് ഒരു പെർട്ടിക്കുലർ കർവിനകത്ത് എത്ര സീറോസ് ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുക. സോ ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇനീക്വാളിറ്റി. നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ റൂട്ട്സ് കണ്ടുപിടിക്കുന്നത്. സോ ഓൺ ഗാമ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗാമയായിട്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? തന്നിരിക്കുന്ന കർവ്, അതായത് ഇത് ഡിസ്ക് ആണ്, കർവ് എന്ന് പറയുന്നത് മോഡ് സെറ്റ് ഈക്വൽ ടു 1. സോ ഗാമ എന്ന് പറയുന്നത് മോഡ് സെറ്റ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഓൺ ഗാമ ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എഫും ജിയും വേണം. സോ തന്നിരിക്കുന്നതിനെ നമ്മൾ ആദ്യം ജി ഓഫ് സെറ്റ് എന്ന് വിളിക്കാം. ഇനീക്വാലിറ്റി തിരിച്ചുള്ളതെങ്കിൽ അതിനെ എഫ് ഓഫ് സെറ്റ് എന്ന് വിളിക്കാം. ഞാൻ ഇതിനെ ജി ഓഫ് സെറ്റ് എന്ന് എടുത്തു. സെറ്റ് റേസ് ടു 7 മൈനസ് 2 സെറ്റ് റേസ് ടു 5 പ്ലസ് 6 സെറ്റ് ക്യൂബ് മൈനസ് സെറ്റ് പ്ലസ് 1. സോ ജി ഓഫ് സെറ്റ് ഈക്വൽ ടു 0ൻ്റെ റൂട്ട്സ് കാണാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മൾ റോഷേഴ്സ് തിയറി ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഇവിടുന്ന് നമുക്ക് ഒരു എഫിനെ പിക്ക് ചെയ്യണം. അതായത് ഈ ഒരു പോളിനോമിയലിനകത്ത് നിന്ന് ഒരു പോളിനോമിയൽ എടുക്കുക, അതിൻ്റെ റൂട്ട്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന് ഈ യൂണിറ്റ് ഡിസ്കിനകത്ത് അല്ലെങ്കിൽ ഈ ഗാമക്കുള്ളിൽ എത്ര റൂട്ട്സ് ഉണ്ടെന്ന് നമുക്കറിയണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. മോഡുലസ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇതിന് മോഡ് എഫ് മൈനസ് ജിനേക്കാളും കൂടുതലായിരിക്കണം. സോ ഞാനിവിടെ എഫ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് 6 സെറ്റ് ക്യൂബ് എന്നുള്ളതാണ്. എന്താ ഈ ഒരു 6 സെറ്റ് ക്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പോർഷൻ എഫ് ആയിട്ട് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് മൈനസ് ജി എന്ത് വരും? മോഡുലസ് ഓഫ് എഫ് മൈനസ് ജി, എഫ് മൈനസ് ജി എന്ന് പറഞ്ഞാൽ ഇതിലൊന്ന് ഈ എഫ് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. സോ മൈനസ് വരുന്നത് മോഡുലസിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. സെഡ് റേസ് ടു -7 മൈനസ് 2 സെഡ് റേസ് ടു 5 മൈനസ് സെഡ് പ്ലസ് 1 എന്ന് വരും. എഫ് ജി മൈനസ് ചെയ്ത് ജിന്ന് എഫ് മൈനസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് വരിക. ഇതിൻ്റെ മോഡുലസ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് റേസ് ടു 7 പ്ലസ് 2 മോഡ് സെഡ് റേസ് ടു 5 പ്ലസ് മോഡ് സെഡ് പ്ലസ് 1 എന്ന് കിട്ടും. സോ നമുക്ക് കാണേണ്ടത് ഓൺ ഗാമയിലാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. സോ ഓൺ മോഡ് സെഡ് ഈക്വൽ ടു 1. സോ മോഡ് സെഡിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? 1 പ്ലസ് 2 മൈനസ് 1 പ്ലസ് 1 പ്ലസ് 1. സോ ഇത് വരുന്നത് 3 പ്ലസ് 2 5 ആണ് വരുന്നത്. സോ മോഡുലസ് ഓഫ് എഫ് മൈനസ് ജി എന്ന് പറയുന്നത് ഓൺ ഗാമ 5 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് മോഡ് എഫ് എന്ത് വരും എന്നാണ്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന എഫ് 6 സെറ്റ് ക്യൂബ് ആണ്. മോഡുലസ് ഓഫ് എഫ് എന്ത് വരും ഓൺ ഗാമ എന്ന് നോക്കാം. മോഡുലസ് ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മോഡ് സെറ്റ് ക്യൂബ് എന്നാവും. സെറ്റ് ക്യൂബ് എന്നാവും. അതായത് 6 × 1 എന്ന് വരും. സോ 6 കിട്ടും മോഡ് എഫ്. അപ്പോൾ കറക്റ്റ് ആണല്ലോ. മോഡുലസ് ഓഫ് എഫ് മൈനസ് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ മോഡ് എഫ് ഓൺ ഗാമ എന്ന് കിട്ടി. കറക്റ്റാണ്. 5 ലെസ് ദാൻ 6. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എഫ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമുക്ക് എഫിൻ്റെ റൂട്ട് അറിയണമെന്നേ ഉള്ളൂ. സോ മോഡ് എഫ് മൈനസ് ജി ലെസ് ദാൻ മോഡ് എഫ് ഓൺ ഗാമ എന്ന് കിട്ടി. ആൻഡ് എഫിൻ്റെ റൂട്ട് നമുക്കറിയാലോ. എഫ് എന്ന് പറയുന്നത് 6 സെറ്റ് ക്യൂബ് ആണ്. ഇതിന് മോഡ് സെഡ് ലെസ് ദാൻ 1ൽ എത്ര സീറോസ് ഉണ്ട്? 6 സെറ്റ് ക്യൂബ്. എഫ് 0 ആവുന്നത് എപ്പോഴാണ്? സെഡ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. 6 സെറ്റ് ക്യൂബ് എന്ന് പറയുമ്പോൾ 3 സീറോസ് ഉണ്ട്. നേരത്തെ പറഞ്ഞു ഇത് കൗണ്ടിങ് മൾട്ടിപ്ലിസിറ്റി ആണ്. സോ മൾട്ടിപ്ലിസിറ്റി കൗണ്ട് ചെയ്യണം. സോ 0 0 0 3 റൂട്ട്സ് ഉണ്ട്. മോഡ് സെഡ് ലെസ് ദാൻ 1 യൂണിറ്റ് ഡിസ്ക് ആണ്. സോ ഇതിനകത്ത് തന്നെയാണ് സീറോസ് ഉള്ളത്. 3ഉം ഇതിനകത്ത് തന്നെയാണ്, ഇതിനകത്താണുള്ളത്. സോ 3 റൂട്ട്സ് ഉണ്ട് ഇൻസൈഡ് ഗാമ. ഇൻസൈഡ് ഗാമക്ക് എഫിന് എഫ് ഹാസ് 3 റൂട്ട്സ് ഇൻസൈഡ് ഗാമ എന്ന് കിട്ടും. എഫിന് 3 റൂട്ട്സ് ഉണ്ടെങ്കിൽ ബൈ റോഷേഴ്സ് തിയറി എന്താ പറയുന്നത്? ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എഫിനും ജിക്കും സെയിം നമ്പർ ഓഫ് റൂട്ട്സ് ആയിരിക്കും ഇൻസൈഡ് ഗാമ. എഫിന് 3 റൂട്ട്സ് ആണ് ഇൻസൈഡ് ഗാമ ഉള്ളതെങ്കിൽ സിമിലർലി നമുക്ക് പറയാൻ പറ്റും ജി ഹാസ് 3 റൂട്ട്സ് ഇൻസൈഡ് ഗാമ എന്നുള്ളത്. അപ്പോൾ അതായത് ഇതാണ് നമ്മൾ ജി ചൂസ് ചെയ്ത് തന്നിരിക്കുന്ന പോളിനോമിയലിന്
ഗാമ ഇൻസൈഡ് മോഡ് സെറ്റ് ലെസ് ദാൻ 1ൽ 3 റൂട്ട്സ് ഉണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ z raised to 4 minus 6z plus 3 equal to 0 have the modulus between 1 and 2. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു പോളിനോമിയൽ z raised to 4 minus 6z plus 3 equal to 0, നമുക്കിതിനെ g of z എന്ന് വിളിക്കാം ഈ ഫംഗ്ഷനാണ്. സോ ഈ ഒരു g of z equal to 0 എന്ന് പറയുന്ന ഇക്വേഷന് എത്ര റൂട്ട്സ് ഉണ്ടെന്നാണ് ചോദിച്ചത്. have the modulus between 1 and 2 means 1 less than mod z less than 2. ഇതിനകത്ത് എത്ര റൂട്ട്സ് ഉണ്ടെന്നാണ് ചോദിച്ചത്. ഇതൊരു അനലസ് ആണ്. നമുക്കറിയാം 1 less than mod z less than 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സർക്കിൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഡിസ്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് mod z ലെസ് ദാൻ 1ഉം 1 മൈനസ് 1 mod z ലെസ് ദാൻ 1ഉം അതുപോലെ തന്നെ mod z ലെസ് ദാൻ 2ഉം. ഇതിൻ്റെ ഈ ഒരു അനലാർ റീജിയൻ ആണ് ഇവർ ഈ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇൻസൈഡ് പോർഷനാണ് പറഞ്ഞത്, ബൗണ്ടറി ഇല്ല. സോ ഇതിൽ എത്ര റൂട്ട്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലെസ് ദാൻ മോഡ് എഫ് ഓൺ ഗാമ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എഫിനും ജിക്കും ഇൻസൈഡ് ഗാമ സെയിം നമ്പർ ഓഫ് സീറോസ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് ഗാമ എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ക്ലോസ്ഡ് കർവ് അല്ല തന്നത്, നമുക്കൊരു അനുലാർ റീജിയൻ ആണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് 2 ഗാമാസ് ഉണ്ട്. അതായത് മോഡ് സെറ്റ് ലെസ് ദാൻ 1 അല്ലെങ്കിൽ ഗാമ എന്ന് പറയുന്നത് നമ്മൾ കർവ് ആയിട്ട് എടുക്കുന്നത് മറ്റൊരു ഡിസ്ക് ആണ്. മോഡ് സെറ്റ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഗാമ 1 എന്ന് പറയുന്നതും ആൻഡ് ഗാമ 2 എന്ന് പറയുന്ന മോഡ് സെറ്റ് ഈക്വൽ ടു 2. ഈ 2 കർവും നമുക്ക് കൺസിഡർ ചെയ്യണം. മോഡ് സെറ്റ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഇൻസൈഡ് പോർഷനിൽ ഇതിനെത്ര റൂട്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. മോഡ് സെറ്റ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരും. മോഡ് സെറ്റ് ഈക്വൽ ടു 2 ഈ കംപ്ലീറ്റ് പോർഷൻ്റെ ഇൻസൈഡ് എത്ര റൂട്ട് ഉണ്ട് എന്നുള്ളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈ അനലാർ റീജിയൻ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ഈ മോഡ് സെറ്റ് ഈക്വൽ ടു 1ൻ്റെ ഇൻസൈഡ് എത്രയുണ്ട് എന്നുള്ളത് മൈനസ് ചെയ്താൽ മതിയല്ലോ. ടോട്ടൽ വലിയ സർക്കിളിനകത്ത് എത്രയുണ്ടോ, വലിയ ഡിസ്കിനകത്ത് എത്രയുണ്ടോ അതിൽ നിന്ന് ചെറിയ ഡിസ്കിലുള്ളത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അനുലാർ പോർഷൻ കിട്ടും. അപ്പോൾ നമ്മൾ റോഷേസ് തിയറം ഈ 2 കർവിനും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ എത്ര കിട്ടുന്നുണ്ടോ അത് ഇത് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ ഓൺ മോഡ് സെറ്റ് ഈക്വൽ ടു 1 ആണ് ചെയ്യുന്നത്. സോ ഗാമ 1ൻ്റെ കേസിൽ ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എഫിനെയും ജിനെയും എടുക്കാം. നമ്മൾ ഇതാണ് ജി ഓഫ് സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തത്. സോ മോഡ് സെറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ ജി ഓഫ് സെറ്റ് എഫ് എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 6 സെറ്റ് നമ്മൾ നേരത്തെ എടുത്ത പോലെ 6 സെറ്റ് തന്നെ എടുക്കണം. എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു 6 സെറ്റ് എന്ന് ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് മൈനസ് ജിൻ്റെ മോഡുലസ് എന്ത് വരും? എഫ് മൈനസ് ജിൻ്റെ മോഡുലസ് വരുന്നത് എഫ് മൈനസ് ജി സെറ്റ് റേസ് ടു 4 പ്ലസ് 3 ആണ്. സോ മോഡുലസ് ആണ്, അപ്പം മൈനസ് പ്ലസ് നോക്കണ്ട, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് റേസ് ടു 4 പ്ലസ് ജി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതെന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് റേസ് ടു 4 പ്ലസ് 3 എന്ന് കിട്ടും. അതായത് മോഡ് സെറ്റ് ഈക്വൽ ടു 1 ആണ്. സോ 1 പ്ലസ് 3 4 എന്ന് കിട്ടും. ഇനി മോഡ് എഫ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലോ 6 മോഡ് സെറ്റ് ആണ്, അത് 6 എന്ന് കിട്ടും. സോ 4 ലെസ് ദാൻ 6 ആണ്. അതായത് മോഡ് എഫ് മൈനസ് ജി ലെസ് ദാൻ മോഡ് എഫ് ആണ് ഓൺ ഗാമ മോഡ് സെറ്റ് ഈക്വൽ ടു 1ൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഡ് സെറ്റ് ലെസ് ദാൻ 1ൽ ഇതിന് എത്ര റൂട്ട്സ് ഉണ്ടാവും? സോ അങ്ങനെയാണെങ്കിൽ മോഡ് സെറ്റ് ലെസ് ദാൻ 1നകത്ത് എഫിന് എത്ര റൂട്ട്സ് ഉണ്ടോ? എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു 6 സെറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. മോഡ് സെറ്റ് ലെസ് ദാൻ 1ൽ ഒരു 0 ഉള്ളൂ, അത് 0 ആണ്. സെറ്റ് ഈക്വൽ ടു 0 ആണ് ഇതിൻ്റെ റൂട്ട്. സോ എഫ് ഹാസ് 1 റൂട്ട് ഇൻ മോഡ് സെറ്റ് ലെസ് ദാൻ 1. സോ റോഷേസ് തിയറം പ്രകാരം ജി ഹാസ് 1 റൂട്ട്
in mod z less than 1. So inside ഗാമയിൽ mod z less than 1ൽ ജിക്ക് ഒരു റൂട്ടേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത കേസ് നോക്കാം. mod z ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഇതിൽ എത്ര ഉണ്ട് എന്നുള്ളത്. സോ ഡിപ്പെൻഡ്സ്, ഈ കേർവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എഫ് ജി ചൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ mod z ഈക്വൽ ടു 2 എന്നാണ് പറഞ്ഞത്. 2 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 6 സെറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ 6 × 2 12 ആണ് കിട്ടുന്നത്. ബാക്കിയുള്ളത് ഇത് 2⁴ എന്നാവും. 2⁴ 16 + 3 19 ആവും. സോ ഈ z⁴ നമ്മൾ എഫ് ആയിട്ട് ചൂസ് ചെയ്യുക. അതിലാണ് കൂടുതൽ മോഡുലസ് കിട്ടുന്നത്. സോ എഫ് ഇസ് ഈക്വൽ ടു z⁴ എന്ന് ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മോഡുലസ് ഓഫ് എഫ് മൈനസ് ജി എന്ത് വരും? z⁴ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 6z + 3 ആണ്. മൈനസ് ഉള്ളത് മോഡുലസ് എടുക്കുമ്പോൾ പോകും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 mod z 1 ആണ് +3 9 എന്ന് കിട്ടും. ആൻഡ് മോഡ് ഓഫ് എന്ത് കിട്ടും? 6 mod z 2 ആണ്. 6 × 2 12 + 3 15 എന്ന് കിട്ടും. mod z 2 ആണ്. mod z⁴ എന്ന് പറയുന്നത് 2⁴ 16 എന്നും കിട്ടും. സോ 15 ലെസ് ദാൻ 16 ആണ്. ഓൺ mod z ഈക്വൽ ടു 2 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കർവിനകത്ത് എഫിനും ജിക്കും സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് z⁴ എത്ര സീറോസ് ഉണ്ടാവും? z ഈക്വൽ ടു 0 ആണ്. mod z ഈക്വൽ ടു 2ൽ ഈ 0 ഉണ്ട്. ഇത് 4 ആണ് മൾട്ടിപ്ലിസിറ്റി വരുന്നത്. അതായത് എഫ് ഹാസ് 4 zeros inside mod z ഈക്വൽ ടു 2. mod z ഈക്വൽ ടു 2ൻ്റെ ഇൻസൈഡ് എഫിന് 4 zeros ഉണ്ട്. സോ ബൈ റോഷീസ് തിയറം ജി ഓൾസോ ഹാസ് 4 zeros ഇൻസൈഡ് mod z ഈക്വൽ ടു 2. സോ നമുക്ക് എന്താ കിട്ടിയത്? വലിയ സർക്കിൾ അല്ലെങ്കിൽ വലിയ ഡിസ്ക് mod z ഈക്വൽ ടു 2നകത്ത് 4 zeros ഉണ്ട്. ഇൻക്ലൂഡിങ് mod z ഈക്വൽ ടു 2 എടുത്തു കഴിഞ്ഞാൽ എല്ലാ പോർഷനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ കംപ്ലീറ്റ് ഈ പോർഷനകത്ത് mod z ഈക്വൽ ടു 2ൽ 4 റൂട്ട്സ് ഉണ്ട്. ഇനി ഇൻസൈഡ് ഉള്ള പോർഷനിൽ ഈ പോർഷനിൽ മാത്രം ജിക്ക് ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. സോ ഈ അനലാർ റീജിയനകത്ത് എത്ര റൂട്ട്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 - 1 3 റൂട്ട്സ് ഉണ്ട്. ഇൻ 1 ലെസ് ദാൻ mod z ലെസ് ദാൻ 2ൽ ഈ മോഡുലസ് ബിറ്റ്വീൻ 1 and 2നകത്ത് ഇതിന് 3 റൂട്ട്സ് ഉണ്ട്. ഇങ്ങനെയാണ് ക്ലോഷ്യസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇതുപോലുള്ള പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.